ഈ സ്റ്റീൽ ഡോർ, ഫ്ലഷ് ഡോർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാലാവസ്ഥയിൽ നിൽക്കും. നമ്മുടെ വുഡിൻ്റെതായിട്ടുള്ള ബലവും അതിന്റെ ടെക്സ്ചറൊക്കെ നമുക്ക് ഈ സാധനത്തിൽ കിട്ടും. നമുക്കിതൊന്ന് നോക്കിയാലോ. ഞാൻ ആർക്കിടെക്ട് അശ്വിൻ, ഞാൻ വിആർഐയിൽ CEO ആണ്. നമുക്കിതൊന്ന് നോക്കാം. ഇന്ന് ഒരു അഡ്വാൻസ്ഡ് ഐറ്റം ആയിട്ടാണ് ഈ ഫ്ലഷ് ഡോഴ്സും അല്ലെങ്കിൽ ഈ സ്റ്റീൽ ഡോഴ്സ് ഒക്കെ വന്നിട്ട്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അതൊന്ന് പരീക്ഷിച്ച് നോക്കേണ്ട ആവശ്യമുണ്ട്. സെക്യൂരിറ്റിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീൽ ഡോഴ്സ് ആണ് സത്യത്തിൽ ഏറ്റവും കൂടുതൽ സെക്യൂരിറ്റി തരുന്ന ഒരു ഡോർ. നമുക്ക് പലയിടത്തും നമ്മളിപ്പോൾ പ്രിഫർ ചെയ്യുന്നത് തന്നെ ഫ്രണ്ട് ഡോറും ബാക്ക് ഡോറും സ്റ്റീലിൽ ചെയ്യാനാണ് പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ സ്റ്റീൽ ഉപയോഗിക്കുമ്പോൾ നല്ല ബ്രാൻഡഡ് ഡോസ് യൂസ് ചെയ്യുക, നല്ല കോട്ടിംഗ് ആണോ ചെയ്തേക്കുന്നതെന്ന് നോക്കുക എന്നൊക്കെ ഉള്ളത് നമുക്ക് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. വുഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പല രീതിയിലും നല്ല കട്ടിയുള്ള വുഡും നല്ല തിക്നെസ് ചെയ്താൽ തന്നെ അത് ബ്രേക്ക് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമാണ്. സ്റ്റീലിന്റെ കാര്യത്തിൽ നമുക്ക് കൊറോഷൻ വരുന്നുണ്ട്, അത് നമുക്ക് പിന്നത്തെ ഇതിൽ പറയാം. വെതർ ആൻഡ് ഡ്യൂറബിലിറ്റിയുടെ കാര്യം പറയുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ ഡോസിനെല്ലാം പ്രത്യേക രീതിയാണ്. നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കുന്നത് ഫ്രണ്ടിലെയും ബാക്കിലെയും ഡോറാണ് കേട്ടോ. ഫ്രണ്ടിലത്തെ ഡോറ് നമ്മൾ സ്റ്റീൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് കൊറോഷൻ എന്ന് പറഞ്ഞൊരു ഇഷ്യൂ വരും. സ്റ്റീൽ നമ്മുടെ കാലാവസ്ഥയ്ക്ക് പറ്റിയതല്ല, ഒരുപാട് ഹ്യൂമിഡാണ്. ഇപ്പൊ എങ്ങനെ അതിനെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഡോസ് എടുക്കുക. ഗാൽവനൈസ്ഡ് ഫ്രെയിമിൽ തന്നെ യൂസ് ചെയ്ത്, ടാറ്റയുടെ ഫ്രെയിമിൽ യൂസ് ചെയ്യുന്ന ഡോസ് തന്നെ യൂസ് ചെയ്യുക. നല്ലതായിട്ടുള്ള പൗഡർ കോട്ടിങ്ങും അല്ലെങ്കിൽ പ്രൈമർ കോട്ടിങ്ങും ചെയ്തിട്ടുള്ള മെറ്റീരിയൽ മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. വുഡിന്റെ കാര്യത്തിൽ ഇതുപോലെയാണ്. കറക്റ്റ് ആയിട്ട് നമ്മൾ പ്ലേസ് ചെയ്യുന്ന സ്ഥലത്ത് നല്ലതായിട്ടുള്ള പ്രൈമർ കോട്ടിംഗ് ചെയ്ത് കഴിഞ്ഞാൽ അതും നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യുന്നതാണ്. പിന്നെ പുറത്തുള്ള കോട്ടിങ്ങും നല്ല പ്രീമിയം PU ഗ്രേഡ് കോട്ടിംഗ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വെള്ളം കയറാതിരിക്കും. പക്ഷേ സെക്യൂരിറ്റി വൈസ് നേരത്തെ പറഞ്ഞത് സ്റ്റീൽ ഡോറിന് എന്തായാലും ഇതിൻ്റെ അകത്തൊരു പ്രാധാന്യം. ലുക്കിന്റെയും ഡിസൈനിന്റെയും കാര്യം പറയുമ്പോഴത്തേക്ക് വുഡിന് ഒരു പ്രത്യേക അപ്പർ ഹാൻഡ് ഉണ്ട്. നല്ല ടെക്സ്ചേഴ്സ് ചെയ്യാനും അല്ലെങ്കിൽ പാറ്റേൺസും കാര്യങ്ങളും എടുത്തു കാണിക്കുന്ന ഒരു നാച്ചുറൽ ഫിനിഷ് കിട്ടാൻ വുഡിന് തന്നെ പറ്റത്തുള്ളൂ. എന്നാൽ അതുപോലത്തെ ഫിനിഷ് ഇപ്പം സ്റ്റീൽ ഡോസിലും മെംബ്രെയിൻ ഡോസിലും നമ്മൾ കണ്ടുവരുന്നുണ്ട്. പക്ഷെ അത്രയും ടച്ച് ആൻഡ് ഫീൽ ഇല്ലെങ്കിൽ പോലും എന്തുകൊണ്ടും വുഡൻ ഡോസുമായിട്ട് കിടപിടിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ സ്റ്റീലിന്റെയും ഫ്ലഷ് ഡോസിന്റെയും ഡിസൈൻസ് വരുന്നത്. കോസ്റ്റ് ആൻഡ് മെയിൻ്റനൻസ് പറയുമ്പോഴത്തേക്ക് വുഡ് നമുക്ക് കുറച്ചും കൂടെ ഈസിലി മെയിൻറ്റൈനബിൾ ആണ്. കാരണം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പെയിന്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും പ്രൈമർ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഇഷ്ടാനുസരണം നമ്മുടെ കളർ മാറ്റാൻ പറ്റും. പക്ഷേ സ്റ്റീൽ ഡോസിന് അങ്ങനെയല്ല. ഒരു പ്രാവശ്യം പൗഡർ കോട്ട് ചെയ്ത് കൊണ്ടുവരുന്നത് കൊണ്ട് കുറേ നാൾ ഈ പൗഡർ കോട്ടിങ് നിൽക്കുകയും പിന്നെ നമുക്ക് പൗഡർ കോട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇഷ്യൂ വരാൻ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ രീതിയിൽ ബ്രഷിലോ അങ്ങനെ അടിക്കുമ്പോൾ ഇഷ്യൂ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മളത് മൊത്തം ആ പെയിന്റിനെ സ്ക്രാപ്പ് ചെയ്ത് കളഞ്ഞിട്ട് വേണം വീണ്ടും അടിക്കേണ്ടി വരിക. അപ്പോൾ ഒരു ലോങ് ടേമിൽ നിൽക്കുന്ന സാധനമാണ് സ്റ്റീൽ ഡോർ. പക്ഷേ ആ ലോങ് ടേം കഴിഞ്ഞിട്ട് നമുക്ക് നല്ലൊരു എക്സ്പെൻസീവ് മെയിൻ്റനൻസ് വരും. നിങ്ങളുടെ വീടിന് ഏത് ചേരും, നിങ്ങളുടെ ബഡ്ജറ്റിന് ഏത് ചേരും എന്നുള്ള രീതിയിലാണ് നമ്മൾ ഏത് ഡോറാണ് വേണ്ടത്, എങ്ങനത്തെ ഡോറാണ് വേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുക. കുറഞ്ഞ സ്റ്റീൽ ഡോസ് ലോക്കലായിട്ട് മാനുഫാക്ചർ ചെയ്യുന്ന മെറ്റീരിയൽ എടുക്കരുത് എന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. കാരണം കൂടുതലും ടാറ്റയുടെ സ്റ്റീലിൽ GI ആയിട്ടുള്ള സ്റ്റീൽ ഡോസ് തന്നെ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതിൽ നല്ല കോട്ടിംഗ് ഉള്ള ബ്രാൻഡ് വാറന്റി ഉള്ള പ്രോഡക്റ്റ് ആണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. വുഡ് എന്നും പറയുന്നത് പോലെ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു പ്രൗഢിയുള്ള സാധനമാണ്. അത് പോകണമെങ്കിലും അതിന് ഒരു പ്രശ്നങ്ങളും ഇല്ല. ഇത് പുതിയൊരു മെറ്റീരിയൽ ആണെന്നുള്ളതേ ഉള്ളൂ.